إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കാലഘട്ടം, നമ്മളെല്ലാവരും കഴിഞ്ഞു പോകേണ്ടുന്ന ഒരു ലോകമാണ് മരണത്തിന് ശേഷം ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകം, അഥവാ ഖബറും അതുപോലുള്ള ഒരുപക്ഷെ മത്സ്യത്തിന്റെ വയറാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടത്തിൽ അടച്ചു വെച്ച ചാരമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാകാം. എങ്ങനെയായാലും ശരി, ആ ഒരു ബർസഖിന്റെ ലോകത്താണ് അയാൾക്ക് താമസിക്കാനുള്ളത്. സ്വാഭാവികമായും ഇതിനൊരു പര്യവസാനമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ബർസഖിലല്ല. അള്ളാഹു നിശ്ചയിച്ചൊരു സമയം കഴിഞ്ഞാൽ ഖിയാമത്തിന്റെ മുന്നോടിയായി സൂർ എന്ന കാഹളം ഊതപ്പെടും. അന്നാണ് ലോകത്തിന് അവസാനം സംഭവിക്കുക. ഇതിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഇവിടെ അവസാനിക്കുകയും രണ്ടാമത് വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുകയും സർവ്വ മനുഷ്യരും സർവ്വ സൃഷ്ടികളും എവിടെ അടക്കം ചെയ്യപ്പെട്ടിരുന്നോ അവിടെ നിന്ന് അവരെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ധാരാളമായി വിശദീകരിച്ചൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ തുടക്കത്തിൽ ഓതിയതാണ്. എന്താണത്? وَنُفِخَ فِي الصُّورِ فَصَعِقَ مَن فِي السَّمَاوَاتِ وَمَن فِي الْأَرْضِ إِلَّا مَن شَاءَ اللَّهُ ثُمَّ نُفِخَ فِيهِ أُخْرَى فَإِذَا هُمْ قِيَامٌ يَنظُرُونَ. കാഹളത്തിൽ ഊതപ്പെടും. മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദ്രസയില് 2-ലോ 3-ലോ പഠിച്ചതാണ്. അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും മുഴുവനും ചലനമറ്റവരായിത്തീരും. ഇല്ലാ മൻ ഷാ അല്ലാഹ്. അള്ളാഹ് പ്രത്യേകം ഇസ്തിസ്ന ചെയ്ത് പറയാൻ, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഇമാം ബഗവി നൽകിയ തഫ്സീറിൽ അള്ളാഹു ഒഴികെ മറ്റുള്ളതല്ല, അല്ല ചില മലക്കുകൾ അള്ളാഹു അവശേഷിപ്പിക്കും എന്നൊക്കെ തഫ്സീർ കാണാം. അല്ലാഹു അലം. പിന്നീട് അതിൽ കാഹളത്തിൽ മറ്റൊരിക്കൽ കൂടി മലക്കു ഇസ്രാഫീൽ ഊതപ്പെടും. അപ്പോഴതാ ഖിയാമുൻ യൻദുറൂൻ, അവർ എഴുന്നേറ്റ് നോക്കുന്നു. അപ്പോഴേക്കും ഘട്ടം മാറി മഹ്ശറയിലേക്ക് എത്തപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നിടത്ത്, അല്ലെങ്കിൽ നബി പറയുന്നിടത്തൊരു വാക്കുണ്ട്, 2 ഊത്തുകൾ. ഒന്നാമത്തത് അന്നഫ്ഖത്തുൽ ഊല, രണ്ടാമത്തത് അന്നഫ്ഖത്തുൽ താനി. ഒന്നാമത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും. ഈ ഊത്തുകൾക്കിടയിൽ 40 ആണ്.
ചോദിച്ചു നബിയോട് 40 ദിവസമാണോ? വിസമ്മതിച്ചു. 40 മാസമാണോ? വിസമ്മതിച്ചു. 40 വർഷമാണോ? വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കും, എന്നിട്ട് ഭൂമിയിൽ ചീരച്ചെടികൾ മുളക്കുന്നത് പോലെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം അറിയും? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4814 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വയബ്ലാ കുല്ലു ശൈഇൻ മിനൽ ഇൻസാൻ ഇല്ലാ അജ്ബ ദനബിഹി. മനുഷ്യന്റെ ഒരസ്ഥിയല്ലാത്ത മുഴുവനും നശിച്ചു പോകുന്നത് എന്താണ്? അജ്ബദനബാണ്, അഥവാ ഓക്സിൻ എന്നൊക്കെ പറയുന്ന ഈ ബാക്ക് സൈഡിൽ അവസാനത്തിലുള്ള വാൽക്കുറ്റി, ഈ ലാസ്റ്റ് സൈഡ് ഒരു പ്രത്യേക കോണിലായി നമുക്ക് കാണാൻ പറ്റും. അനാട്ടമിയുടെ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നബി പറഞ്ഞു, ഫീഹി യുറക്കബുൽ ഖൽഖ്, ഖിയാമത്ത് നാളിൽ അതിൽ നിന്നാണ് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഭൂമിയിൽ ലയിച്ചുപോയ സർവ്വ മനുഷ്യരുടെയും ലയിച്ചു പോകാത്തൊരവയവം, ഒരു അസ്ഥി, അതാ വാൽക്കുറ്റി മാത്രമാണ്. എന്നാൽ ഇതിൽ നിന്ന് അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന മറ്റൊരു വീക്ഷണം കൂടിയുള്ളത് എന്താ വെച്ചാല്, നബിമാരുടേത് മാത്രം മണ്ണ് തിന്നുകയില്ലാണ്, അവരതുപോലെ തന്നെ ഉണ്ടാവും. ചില സാലിഹീങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. അതിന്റെ മാന അവരോട് വിളിച്ചു തേടാം എന്നതിന്റെ തെളിവല്ല, അത് പച്ച ശിർക്കാണ്. പ്രിയമുള്ളവരെ, മഹ്ശറിലേക്ക് സമ്മേളിക്കാനുള്ള വിളിയാളം കേൾക്കേണ്ട താമസം മനുഷ്യരെ അടക്കം ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ പൊട്ടിപ്പിളരുകയും എല്ലാവരും എഴുന്നേറ്റ് പുറത്തു വരികയും ചെയ്യും. ഞാൻ പറഞ്ഞല്ല, അള്ള പറഞ്ഞ വാക്കെന്നറിയോ? സൂറത്ത് ഖാഫ് 50 അധ്യായത്തിന്റെ 44 ആയത്തിൽ, യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ذلك حشر علينا يسير. അവരെ വിട്ട് ഭൂമി പിളർന്നു മാറിയിട്ടവർ അതിവേഗം വരുന്ന ദിവസം. അതല്ല പറയാ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു ഒരുമിച്ച് കൂട്ടലാകുന്നു. എത്രത്തോളം അറിയോ? മറ്റൊരായത്തിൽ 22 അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 6-ാമത്തെയും 7-ാമത്തെയും ആയത്തിനകത്തൊരു ഭാഗം കാണാം, വഅന്ന الساعة آتية لا ريب فيها وأن الله يبعث من في القبور. അന്ത്യസമയം നിലവിൽ വരിക തന്നെ ചെയ്യും. അന്ത്യസമയം വരും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. ചുടലകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും, ഖബർസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും, സെമിത്തേരികളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും, പുനർജീവിപ്പിക്കപ്പെടും. ഏത് ചില ആളുകൾക്ക് പ്രത്യേകമുണ്ട്, തമ്മാടിക്കുഴികൾ. അവർക്കകത്തുള്ളവരല്ലെങ്കിൽ തമ്മാടിക്കുഴികളിൽ നിന്ന് പോലും ആളുകൾ പുനർജീവിക്കപ്പെടും. എത്രത്തോളം അറിയോ? മനുഷ്യരുടെ പിതാവായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ ഒടുക്കത്തിൽ ഊത്തുകേട്ട് ശ്വാസം നിലച്ചുപോയ ആളുവരെ എഴുന്നേറ്റ് വരുമെന്ന്. എങ്ങനെയെന്നറിയോ? കത്തിക്കരിഞ്ഞുപോയവരായാലും കത്തിച്ച് പൊടിയാക്കി പുഴയിലൊഴുക്കിയതാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവനും കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ഖിസ്സ. നബി പറയാണ്, നിങ്ങൾക്ക് മുമ്പ് സമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അഥവാ ശറഹിൽ കാണാം, ബനൂ ഇസ്രായേൽപ്പെട്ടൊരു സ്വാലിഹായ നല്ലൊരു വ്യക്തി. മരണമാസന്നമായപ്പോൾ അദ്ദേഹം തന്റെ കുടുംബത്തെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ ബാപ്പയായ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഖാലു, അവര് പറഞ്ഞു, ഖൈറ അബിൻ, നല്ല ബാപ്പയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്നീ ലം അഅമൽ ഖൈറൻ ഖത്തു, ഞാൻ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അഥവാ എനിക്ക് വേണ്ടത്ര സൽക്കർമ്മങ്ങളില്ല എന്നർത്ഥം. അദ്ദേഹം ഒരു മുവഹിദായിരുന്നു എന്ന് ശറഹിൽ കാണാം. ഫഇദാ മുത്തു ഫഅഹ്രിഖൂനി ثم اسحقوني ثم ذروني في يوم عاصف. ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കത്തിച്ചിട്ട് കരിച്ചു കളയണം. ഒരു ബാപ്പ മക്കൾ കൊടുക്കുന്ന ഉപദേശമാണ് ബനൂ ഇസ്രായേൽ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കത്തിച്ചിട്ട് കരിച്ചു കളയണം, ശേഷം എന്റെ എല്ലുകൾ എടുത്ത് പൊടിച്ചരച്ച് ശക്തമായ കാറ്റുള്ള ഒരു ദിവസം കടലിൽ കൊണ്ടുപോയി ഒഴുക്കണം. ഫഫഅലൂ, അദ്ദേഹത്തിന്റെ കുടുംബം അപ്രകാരം ചെയ്തു. ഇനി അതിന്റെ ആഖിബത്ത് എന്തറിയോ? ഫജമഅഹുല്ലാഹു അസ്സ വജൽ, അല്ലാഹു അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടി. ഫഖാല, എന്നിട്ട് റബ്ബ മനുഷ്യനോട് ചോദിച്ചു, മാ ഹമലക, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? അല്ലാഹു മഹ്ശറിനെ ചോദിക്കണം. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കത്ര മഖാഫതുക. വേറെ റിവായത്ത് കാണാം, ഈ റിവായത്തിൽ അങ്ങനെ മഖാഫതുക, റബ്ബേ നിന്നെ കുറിച്ചുള്ള ഭയത്താലാണ് ഞാൻ അപ്രകാരം ചെയ്തു പോയത്.
ഫതലഖാഹു ബിറഹ്മതിഹി. നബി പറയാണ് അല്ലാഹു അദ്ദേഹത്തിന് കാരുണ്യം ചൊരിഞ്ഞു കൊടുത്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 3478 നമ്പർ ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ആണ്. നോക്കൂ, നിങ്ങൾ കത്തിക്കരിഞ്ഞ ചാരമായതാണെങ്കിലും അല്ലാഹു തആല കൊണ്ടുവരുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു രക്ഷ ഉണ്ടാകണമെങ്കിൽ ഈമാനും അമലുസ് സാലിഹാത്ത് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു മാർഗവും പരലോകത്ത് രക്ഷപ്പെടാൻ കാരണം. അല്ലാഹു പറഞ്ഞ വാക്കെന്നറിയും, ഈ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്. അല്ലാഹു പറയാണ്, ഐനമാ തകൂനൂ യഅതി ബികുമുല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണെന്ന്. എവിടെയായാലും എത്രത്തോളം യൗമ യസ്മഊന സ്വയ്ഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് ഖാഫ് 42-ാമത്തെ ആയത്ത്. ആ ഘോരമായ ശബ്ദം അഥവാ ഖിയാമത്തിന്റെ മുന്നോടിയായും എല്ലാ ആളുകളും മരിച്ചു വീണതിന് ശേഷം, നാശമടഞ്ഞതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിനായും സംഭവിക്കുന്ന 2 ഊത്തുകളുണ്ടോ? 2 ഊത്തുകളുണ്ടല്ലോ. ആ ഊത്ത് അത് യഥാർത്ഥമായും അവർ കേൾക്കുന്ന ദിവസമാണ്. ആ ഊത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നിരവധി ഹദീസുകൾ കാണാം. തൊട്ടിയിലിങ്ങനെ വെള്ളം കോരിയിട്ട് തന്റെ മൃഗത്തിന് കൊടുക്കുന്നിടത്ത് ഊത്തുകൾക്കും തൽക്ഷണം അയാൾ മരിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ സ്വഹീഹായി ഹദീസുകൾ കാണാം. അതത്രേ ഈ 2-ാമത്തെ ഊത്തിനെ കുറിച്ച് പറയാം. ഖബറുകളിൽ നിന്നുള്ള പുറപ്പാടിന്റെ ദിവസം. ദാലിക യൗമുൽ ഖുറൂജ്. ഞാൻ വീണ്ടും പറയാണ്, ശരിക്ക് സത്യത്തില് ഇപ്പത്തെ കുറച്ചു ദിവസമായിട്ട്, 2 ദിവസമായിട്ട് പ്രത്യേകിച്ചും ചില ആളുകൾക്ക് ഭയങ്കര ആശങ്കയാണ്. അതായത് ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതി കേരളത്തിൽ കൂടി നടപ്പിലാക്കിയിട്ട് വോട്ടർ ലിസ്റ്റ് എന്നിട്ട് പേര് പോകുമെന്ന് ഭയങ്കര ബേജാറിലാണ്. വല്ലാഹി ഞങ്ങളോട് ഭയങ്കര ബേജാറാണ്. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പരലോക വിശ്വാസം ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകെ ബേജാറെന്തറിയും. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, റൂഹ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും, ഖബറിലടക്കിയാൽ എങ്ങനെയായിരിക്കും, ഈ വരവെങ്ങനെയായിരിക്കും, ആ ഒരു ബേജാർ അത് മാത്രമേ ഒരു മുസ്ലിമിന് ഉണ്ടാകാവൂ. അതല്ലാത്തതെല്ലാം ബാലിശമാണ്. വെറും ദുനിയാവിനോടൊട്ടി നിൽക്കുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് അതിനകത്ത് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. ഈ CA/NRC വന്നപ്പോൾ ഇതേ പ്രശ്നമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായത്. ഭയങ്കര ബേജാറാണ്. ഇതിന്റെ ഇടയിൽ കൊഴിഞ്ഞു വീണുപോയ മനുഷ്യജന്മങ്ങളുടെ ആഖിബത്തിനെ കുറിച്ച്, പര്യവസാനത്തെ കുറിച്ച് ഒരു ബേജാറില്ല. എനിക്കും നാളെ കിടക്കാണ്ട് ഖബറിൽ ഒരു ബേജാറുമില്ല മനുഷ്യർക്ക്. അല്ലാഹുൽ മുസ്തആൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഘോര ശബ്ദം. അതായത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, യൗമ യസ്മഊന സ്വൈഹത എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളും അത് കേൾക്കുന്നതാണ്. ഇങ്ങനത്തെ ശബ്ദം അറിയോ? വിറപ്പിക്കുന്നതും ഭീകരവുമായ ശബ്ദം. ബിൽ ഹഖ്, യഥാർത്ഥമായി എന്ന് പറഞ്ഞാൽ ഒരു സംശയമോ ശങ്കയോ ഇല്ലാത്ത വിധം. അതന്നെയാണോ ഇത് എന്നൊരു സംശയം ഉണ്ടാവില്ല, ഉറപ്പായും അത് തന്നെ. മാത്രമല്ല ദാലിക യൗമുൽ ഖുറൂജ്, അതത്രയും പുറപ്പാടിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്ന ദിവസമാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീർ വിശദീകരിക്കുകയാണ്. എത്രത്തോളം 36-ാം അധ്യായം സൂറത്ത് യാസീൻ. ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷത്തിനും ഹിഫ്ളുള്ള വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. അതിന്റെ 51-ാമത്തെ ആയത്തിൽ എന്തറിയോ? وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ റബ്ബിങ്കിലേക്ക് കുതിച്ചു ചെല്ലുന്നതാണ്. എത്രത്തോളം? 70-ാം അധ്യായം സൂറത്ത് മആരിജ് 43-44 ആയത്തിൽ അല്ലാഹു പറഞ്ഞറിയോ? يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون. അതായത് അവർ നാട്ടക്കുറിയുടെ നേരെ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് ധൃതിപ്പെട്ടു പോകുന്നത് പോലെ ഖബറുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ്. ആദം നബിന്റെ കാലഘട്ടം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അടക്കം ചെയ്യപ്പെട്ടവർ മുഴുവനും പുറപ്പെട്ടു വരും. എന്നിട്ടോ അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും. പ്രത്യേകിച്ച് സത്യനിഷേധികൾക്ക് അതാണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ദിവസം.
നബിമാര് മുഴുവനും പറഞ്ഞു കൊടുത്തു അള്ളാനെ ഇബാദത്തെടുക്കുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു ലോകം വരാണ്ട്, ഇങ്ങനെ ലോകത്തെ ലക്ഷ്യം വെച്ച ജീവിക്കേണ്ടത്. ഈ ഒരു ലോകമാണ് അടിസ്ഥാന വിഷയം. 13 കൊല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക രാജ്യത്ത് ദഅവത്ത് നടത്തിയതിന്റെ അസ്ല് 2 എണ്ണമാണ്. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് യൗമുൽ ഖിയാമ. അപ്പോഴാണ് മൂത്താപ്പ അയാള് പരസ്യമായിട്ട് പറഞ്ഞത് തബ്ബലക യാ മുഹമ്മദ്, നാശം മുഹമ്മദ് നിനക്ക്, നീ ഞങ്ങളെ പഴപ്പിക്കാൻ, ഞങ്ങളെ ഫിർഖത്ത് ആക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് 2 അഭിപ്രായം നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലും പരലോക വിശ്വാസത്തിലൊക്കെ നമ്മൾ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ അവിശ്വാസികളായ ആളുകളുടെ ഭയവും പരിഭ്രമവും ഒക്കെ അള്ളാഹുവിന്റെ ഖുർആനിലും ശേഷം തിരുസുന്നത്തിലും ഒക്കെ വഹിയായി റബ്ബുൽ ഇസ്സത്ത് വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാഫിന്റെ 44-ാമത്തെ ആയത്തിൽ എന്താ പറയുക? യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅന, അവരെ വിട്ടിട്ട് ഭൂമി പിളർന്നു മാറിയിട്ട് അവർ അതിവേഗം വരുന്ന ദിവസം. ദാലിക ഹശ്റുൻ അലൈനാ യസീർ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളൊരു കാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ, മരിച്ചവരെ വിട്ടിട്ട് അത് പിളർന്നു മാറുന്ന, അതായത് ഖബറിലുള്ളവർ പുറത്തേക്ക് വരും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്ഥലത്തേക്ക് വിളിക്കുന്നവന് ഉത്തരം നൽകാൻ വേണ്ടി അവർ ധൃതി കാണിക്കും. അള്ളാഹുവിന് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു ക്ഷീണമോ അധ്വാനമോ വേണ്ടാത്ത വിധം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നതായി ഇമാം സഅദി അതിന് വിശദീകരണം നൽകുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ലോകത്തെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും, അഥവാ അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച, അള്ളാഹ് നമ്മളോട് നിരോധിച്ച കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിന് അടിസ്ഥാനമാക്കി അള്ളാഹിന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കാൻ മഹ്ശറയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിളിയാളം അന്ന് മനുഷ്യർ അഭിമുഖീകരിക്കുന്നതാണ്. ഇത് പല സ്ഥലത്തും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. നമ്മൾ ഓതിപ്പോകുന്ന ഖുർആനിൽ അത് പറഞ്ഞാൽ 54-ാം അധ്യായം സൂറത്ത് ഖമറിന്റെ 6 മുതൽ 8 വരെയുള്ള ആയത്തില് ഒരു ഭാഗം എങ്ങനെ അറിയോ? ഖുശ്ശഅൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാഥി കഅന്നഹും ജറാദും മുൻതശിർ. അതാണ് ദൃഷ്ടികൾ പരന്നുപോയി താഴ്ന്നുപോയവരായ നിലയിൽ ഖബറുകളിൽ നിന്ന് 4 പാടും പരന്ന വെട്ടുകിളികളെന്നോണം അവർ പുറപ്പെട്ടു വരുന്നു. അല്ലാഹു തആല ഉപയോഗിച്ച പദമുണ്ടല്ലോ, അറബികൾക്ക് പരിചയമുള്ള പദം. കാരണം അതിന്റെ പ്രൈമറി ഓഡിയൻസ് അറബികളാണ്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ വെട്ടുകിളികൾ, ജറാദ്. നിങ്ങൾ വെറുതെ ഈ ഖുത്ബ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴേ പലതിനും തോണ്ടുമല്ലോ ഈ മൊബൈൽ എടുത്തിട്ട്. ഇതുമ്മ പല പണിയുണ്ടല്ലോ, നിങ്ങളൊന്നും എടുത്തിട്ട് ഒന്നും ഇങ്ങനെ തോണ്ടുവെക്കുക, ജറാദ് നടിച്ചു കൊടുക്കുക. ജറാദ് അറബി തിരുണ അറബിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് പണി ആയത്തടിച്ചെടുത്തായി. അതിന്റെ താഴത്ത് കാണാം വീഡിയോസ്, പിക്ചേഴ്സ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. ഈ വീഡിയോസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ജറാദ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കണം. നമ്മളിങ്ങനെ ഒഴിഞ്ഞൊരു മരുഭൂമി അല്ലെങ്കിൽ ഒഴിഞ്ഞ മണ്ണ്, ആ മണ്ണിൽ നിന്നാണ് അങ്ങനെ ഉതിർന്ന് മുകളിലേക്ക് വരുന്ന ഒരു രൂപം. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് മനുഷ്യർക്ക് പരിചയമുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം നടത്തിയിട്ട് ഇതേപോലെ മനുഷ്യർ നാളെ മണ്ണിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. മനുഷ്യർക്ക് പരിചയമുള്ളത് മാത്രമേ അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. റബ്ബ് പറയുന്ന വാക്കെന്താ അറിയോ? വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 43-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹ് പറഞ്ഞ വാക്ക് മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. അന്ന് ഖിയാമത്ത് നാളിൽ ബദ്ധപ്പെട്ട് ഓടിക്കൊണ്ടും തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവർ വരും. അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരൂല, അവരുടെ മനസ്സുകൾ ശൂന്യവുമായിരിക്കുന്നു. വല്ലാത്ത വാക്കുകളാണ്. ആ ഒരു അഹ്വാലു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ 2ാമത്തെ തലമായ മഹ്ശറയിൽ മനുഷ്യരാശി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ അവസ്ഥകളുടെ ഒരു നേർചിത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഈ ഓരോ ആയത്തിന്റെയും തഫ്സീർ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സമയം അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആയത്ത് മാത്രം പറയുന്നത്. എന്റെ തഫ്സീറിലൊക്കെ ഇറങ്ങിച്ചെന്ന് നമ്മളാകെ ബേജാറായിട്ട് അത്രയും വിവരണങ്ങളാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹു തആല മനുഷ്യനെ ഖബറിന്ന് ഒരുമിച്ച് കൂട്ടറിയുന്നത്? നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസ് പ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി തൊട്ട് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 3349-ാമത്തെ നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറയാണ്, അവസാന നാളിൽ ഇന്നകും മഹ്ശൂറൂന ഹുഫാതൻ ഖുറാതൻ ഖുർല. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്
നഗ്നപാതരായിട്ടാണ്, ചെരുപ്പില്ലാത്തവരായിട്ടാണ്, പരിപൂർണ നഗ്നരായിട്ടാണ്, വസ്ത്രം ധരിക്കാത്തവരായാണ്. മാത്രമല്ല പുരുഷന്മാർ ഭൂരിഭാഗവും അല്ല, പുരുഷന്മാർ മുഴുവനും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിട്ടായിരിക്കും. അപ്പൊ ചെരുപ്പില്ല, വസ്ത്രമില്ല, നഗ്നരായിട്ടാണ് പരലോകത്ത് കൊണ്ടുവരപ്പെടുക. ഇത് പറഞ്ഞിട്ട് പിന്നെ നബി അതിന് തെളിവ് പറഞ്ഞത് ആയത്തോതിയിട്ടാണ്. എന്തായത്തറിയോ? കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ആദ്യമായി സൃഷ്ടി ആരംഭിച്ചതുപോലെ തന്നെ നാം അത് ആവർത്തിക്കുന്നതാണ്. നാം ബാധ്യതയേറ്റൊരു വാഗ്ദാനമത്രയത്, നാം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 3349. ഇവിടെ നാലിച്ചൊക്കെ നമ്മളിവിടെ വസ്ത്രമുള്ളവരാണ്. നമ്മളെ കൊണ്ടിട്ട് കബറിലടക്കുമ്പോഴും 3 കഷ്ണെങ്കിലും മിനിമം പുരുഷന്മാർക്ക് തുണി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ലാത്ത പരമദരിദ്രനാണ്, അല്ലെങ്കിൽ അത്തരം ഫലസ്തീനൊക്കെ പോലത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മിനിമം ഒരു തുണി കൊണ്ടെങ്കിലും മറച്ചിട്ടാണ് കബറിലേക്ക് വെച്ചത്. കാലപ്പഴക്കത്താൽ ഒരു പക്ഷേ തുണി കീറിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും പോകുന്ന ലോകം പരലോകമാണ്. ഇനി പ്രിയമുള്ളവരെ, ഏത് ഇരുമ്പ് കൂട്ടിൽ വെച്ചടച്ചാലും അത് വസ്ത്രമായിട്ട് അങ്ങനെ അടച്ചാലും ശരി, നാളെ ആഖിറത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക നൂൽബന്ധമില്ലാത്തവരുക. അപ്പോഴാണ് നമ്മൾ ഉമ്മ ആയിഷ ബി ചോദിക്കുന്നത്, റസൂലേ, പുരുഷന്മാർ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ, ആണും പെണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നബി പറഞ്ഞു, ആയിഷ, അതിന് പറ്റുന്നൊരു ലോകമല്ല അത്. ഈ ബോധം നമുക്ക് ഇവിടുന്ന് ഉണ്ടായാലേ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അവിടെ പോയിട്ടുണ്ടായിട്ട് കാര്യമില്ല, ഇവിടുന്നുണ്ടാകണം. ജീവിക്കുമ്പോൾ കച്ചവടത്തിൽ, കൃഷിയിൽ, ജോലിയിൽ, യാത്രയിൽ, വീട്ടിൽ, ഇബാദത്തിനിടയിൽ ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ട ബോധം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഖബറുകളിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ മഹ്ശറിലേക്ക് പുറപ്പെടും. കൂട്ടം കൂട്ടമായി. വാക്കെന്തറിയോ? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. കാഹളത്തിൽ ഊതപ്പെടും. നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തുകയും ചെയ്യുന്ന ദിവസം. പ്രിയമുള്ളവരെ, എല്ലാ ആളുകളും വരുന്നൊരു വല്ലാത്ത ലോകത്തെ കുറിച്ചുള്ള ചർച്ച. എന്നാൽ ഈ വരുന്ന ആളുകൾക്കൊന്നും തന്നെ അത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചിലപ്പോ ഒരു കുടുംബം ഒന്നിച്ചായിരിക്കും, ബാപ്പയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടായിരിക്കും. എന്നാൽ പരലോകത്തേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് പറയുന്നിടത്തുള്ള വാക്കെന്തറികള്, ഒരാൾക്കും മറ്റൊരാളെ കുറിച്ചുള്ള ചിന്തയോ ഓർമ്മയോ ഉണ്ടാകൂല. തൊട്ടപ്പുറത്തുള്ള ബാപ്പനെ കുറിച്ച് മോൻ ആലോചിക്കൂല, മോനെ കുറിച്ച് ബാപ്പ ആലോചിക്കൂല. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതായത് അവര് പരസ്പരം കണ്ടാലും യുബസ്സറൂനഹും കാണിക്കപ്പെടും. തൊട്ടുമുമ്പെന്നറിയില്ല, ഒരുറ്റ ബന്ധുവും മറ്റൊരുറ്റ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കൂല. കാണാത്തോണ്ടല്ല, സംസാരിക്കാൻ കഴിയാത്തോണ്ടല്ല, കാണാത്തോണ്ടല്ല, യുബസ്സറൂനഹും അവരന്യോന്യം കാണിക്കപ്പെടുന്നു. എന്നാൽ അങ്ങനെ ഒരു പരിചയമോ ബന്ധമോ ഒന്നും അവർ ചിന്തിക്കൂല. കാരണം എന്താ? ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ ഒറ്റ വാക്കുള്ളൂ. നബിമാര് പോലും പറയുന്ന വാക്ക് നഫ്സി നഫ്സി നഫ്സിയാണ്. സാധാരണ ഈ വാക്ക് ചെറുപ്പത്തിലേ പഠിച്ചു വെച്ച നമ്മള് പരലോകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുന്നിടത്ത് മുഴുവനും കേട്ടതാണ്. ഈ വാക്ക് കേട്ട് 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 തഴമ്പിച്ചതാണ്. പക്ഷേ ഒറ്റപ്പെടലിന്റെ വേദന ഉണ്ടല്ലോ. ദുനിയാവിൽ ഒറ്റപ്പെട്ടവന്റെ വേദന പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ഒറ്റപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലത്. ഒറ്റപ്പെട്ടവന്റെ വേദന ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും വൈകാരികമായി. എന്നങ്ങളത് ആലോചിച്ച് എല്ലാരും ഉണ്ടായിട്ടും ദുനിയാവിൽ എല്ലാരും ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ജീവിച്ച് മരിച്ചു പോയൊരു വ്യക്തിക്ക് നാളെ പരലോകത്ത് കിട്ടുന്നൊരു ഒറ്റപ്പെടലുണ്ടല്ലോ. ആ ഒറ്റപ്പെടലിന്റെ വേദന നമ്മൾ എങ്ങനെ പ്രിയമുള്ളവര് മലയാള ഭാഷയിൽ നമ്മൾ വിവരിക്കാൻ? വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്. എല്ലാരും ഉണ്ട്, പരിസരത്തൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ ഒറ്റപ്പെടുന്ന ദുനിയാവിലെ ഒറ്റപ്പെടലിൽ വേവലാതിപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെടുന്ന ഒരു ലോകം വരാണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അള്ള പറഞ്ഞ വാക്കെന്തറിയോ? ഫഇദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. എന്തേ അങ്ങനെ സംഭവിക്കാൻ? لكل امرئ منهم يومئذ شأن يغنيه فإذا جاءت الصاخة. എന്നാൽ ചെകിടടപ്പിക്കുന്ന ശബ്ദം വന്നാൽ, അതായത് നഫ്ഖാത്ത്, ഊത്ത് വന്നാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീന, മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം,
വ ഉമ്മിഹി വ അബി, തന്റെ ഉമ്മയെയും ബാപ്പയെയും വിട്ട് മക്കൾ ഓടിപ്പോകുന്ന ദിവസം. വ സാഹിബതിഹി വ ബനി, തന്റെ ഇണയെയും തന്റെ മക്കളെയും വിട്ട് ഇണകൾ ഓടിപ്പോകുന്ന ദിവസം. എന്തുകൊണ്ടാണ് അങ്ങനെ? ആർക്കും ആരെയും വേണ്ടാത്തതെന്താ? ആർക്കും ആരെയും വേണ്ടാത്തതെന്താ? ലികുല്ലിംരിഇം മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീന. ഓരോ മനുഷ്യനും, അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാകുന്നത്ര വിഷയമന്നുണ്ടായിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഈ ദുനിയാവിലിതാ ഈ പള്ളിയിലേക്ക് കേറിയ നിമിഷം വരെയും ആർക്കെല്ലാം വേണ്ടി നമ്മൾ ഓടിയോ, നാളെ അവരെ കാണുമ്പോൾ ഓടിപ്പോകുന്നൊരു ദിവസം നമുക്കുണ്ട്. നമുക്ക് മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഈ ദുനിയാവിൽ ഈ നിമിഷം വരെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ഓടിയോ, അവരെ മുഴുവനും കാണുമ്പോൾ ഓടിപ്പോകുന്ന, ഉമ്മനെ കാണുമ്പോഴും ബാപ്പനെ കാണുമ്പോഴും മക്കളോടുന്ന, മക്കളെ കാണുമ്പോഴും ഇണകളെ കാണുമ്പോഴും ബാപ്പയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഓടുന്ന. ഇവിടെ നനച്ചേക്ക് ഇന്ന് ഓടിയത് എന്തിനാ? ഈ പള്ളിയിലേക്ക് വരാൻ നേരം വൈകിയത് പോലും ചിലപ്പോ ഏതെങ്കിലും ഒരു കുടുംബക്കാരുടെ പ്രശ്നത്തിലാവും അല്ലെ? ഒരു ദീനിയായ കാര്യത്തിൽ പങ്കെടുക്കാൻ തടസ്സമായതെന്താ? എന്തെങ്കിലും കുടുംബത്തിലെ പ്രശ്നം കൊണ്ടായിരിക്കും. ചിലപ്പോ ചില ആൾക്കാരെ എയർപോർട്ടിൽ നിന്ന് നേരെ വരും, നേരം വൈകി. എവിടെ ജുമ കിട്ടുക? അന്നോടുത്ത പള്ളി. നേരെ കയറി അപ്പോഴേക്ക് ജുമ തുടങ്ങി 15 മിനിറ്റ്. എന്തേ 15 മിനിറ്റ് ആ കാരണം? ഓനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയതാ. അതാരാ? കൂടപ്പറപ്പാണ്. ഇന്ന് ഓടിയത് ഓന് വേണ്ടിയിട്ടാണ്, നാളെ ഓടുന്നത് ഓനെ കാണുമ്പോഴാണ്. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. എന്നിട്ട് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഉണ്ടാവില്ല. അവരന്യോന്യം അന്വേഷിക്കുകയുമില്ല. തിരക്കപ്പെട്ടാലേ, കുട്ടികളെ കാണാതായാലേ ബേജാറാവും. മസ്ജിദുൽ ഹറമിലെ തവാഫ് ചെയ്യുമ്പോ മക്കളെ നഷ്ടപ്പെട്ടിട്ട് തവാഫ് പൂർത്തിയാക്കാനാകാതെ വേദനിച്ച ആൾക്കാരെ നമുക്ക് പരിചയമുണ്ടാവും. സഈനിടയിൽ നഷ്ടപ്പെട്ടിട്ട് ബേജാറവരെ കുറിച്ച് പരിചയപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും ബേജാറേണ്ട ആവശ്യമില്ല, എങ്ങനെയാലും അവസാനം അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കുടുംബ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രല്ല, ആരും അന്യോന്യൊന്നും അന്വേഷിക്കൂല, ആർക്കും ആരെയും കാര്യം നോക്കാൻ നേരല്ല. അങ്ങനത്തെ ഒരു ലോകമാണ് പ്രിയമുള്ളവരെ പരലോകം. അതുകൊണ്ട് അത് വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. പ്രിയമുള്ളവരെ, ഖബറുകളിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് നാളെ ആഖിറത്തിലേക്ക് പുറപ്പെടുന്നതെങ്കിലും ഓരോരുത്തർക്കും താൻ ഒറ്റയ്ക്കാണ് എന്ന് അനുഭവപ്പെടുന്ന ഒരു ലോകമാണ് പരലോകം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ എനിക്കറിയില്ല, അല്ലാഹു അഅലം. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. റബ്ബ് പറഞ്ഞ വാക്കെന്താ? സൂറത്ത് മറിയമിന്റെ 19 വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒറ്റക്കായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നതാണ്. ഇമാം സഅദി നൽകുന്ന ഒരു തഫ്സീറുണ്ട് അതിന്. അവന്റെ കൂടെ മക്കളില്ല, അല്ലെങ്കിൽ അവന് കൂട്ടായി അല്ലെങ്കിൽ തുണയായി മക്കളില്ല, സമ്പത്തില്ല, പിന്തുണക്കാൻ ആളില്ല. ദുനിയാവിലെല്ലാവരുടെ ആരുമില്ല. അവന്റെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും അവന്റെ പക്കലില്ല, അമലുകളല്ലാതെ മറ്റൊന്നും അവന്റെ കൂടെ ഇല്ല. എന്നിട്ടോ ഇമാം സഅദി പറയാണ്, അള്ളാഹു അവന് പ്രതിഫലം നൽകുകയും അതനുസരിച്ച് അവന്റെ കണക്ക് തീർക്കുകയും ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലത്, ഖൈറാണെങ്കിൽ ഖൈറ്, ശർറാണെങ്കിൽ ശർറ്. അല്ലാഹുൽ മുസ്തആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യരെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുക മലക്കുകളുടെ മേൽനോട്ടത്തിലാണ് അവരെ കൊണ്ടുവരപ്പെടുക. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെയും സൂറത്ത് ഖാഫിന്റെ 21-ാമത്തെ ആയത്ത്.
കൂടെ ഒരാനയിക്കുന്നവരും ഒരു സാക്ഷിയുമുള്ള നിലയിലായിരിക്കും ഏതൊരാളും വന്നു വരുന്നത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ വിശദീകരിച്ചു. ഐ മലക്കുൻ യസൂഖുഹു ഇലൽ മഹ്ശർ വമലക്കുൻ യശ്ഹദു അലൈഹി ബിഅഅമാലിഹി. മഹ്ശറയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കും കർമ്മങ്ങൾക്ക് സാക്ഷിയായി ഒരു മലക്കും. രണ്ട് മലക്കുകൾ. ഇതാണ് ആനയിക്കുന്നവൻ സാക്ഷി എന്ന നിലയിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതിന്റെ മാന. എത്രത്തോളം അറിയോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യർ വരെയുള്ള കോടാനുകൂടി മനുഷ്യരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാകുന്ന മഹ്ശറ പരന്ന പത്തിരി പോലുള്ള തൂവെള്ള ഭൂമി. ഹദീസിൽ കാണാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത് സംവിധാനിക്കാൻ. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 48-ാമത്തെ ആയത്ത്, 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫ് നമ്മൾ ഓതിയ അൽ കഹ്ഫ് 47-ാമത്തെ ആയത്ത്. ആയത്തിൽ അറിയൂ, وَيَوْمَ نُسَيِّرُ الْجِبَالَ وَتَرَى الْأَرْضَ بَارِزَةً وَحَشَرْنَاهُمْ فَلَمْ نُغَادِرْ مِنْهُمْ أَحَدًا. പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുകയും തെളിഞ്ഞ് നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണുമാറാകുകയും തുടർന്ന് അവരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ഒരാളെയും വിട്ടുകളയാതെ നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന ദിവസം. അതാണ് അള്ളാഹ് പറഞ്ഞത്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായും അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ദിവസം. മഹ്ശറയിലുള്ള സമ്മേളനത്തെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ യാത്ര നമുക്ക് ചെയ്യാനുള്ളത്. അന്ന് നമ്മൾ ഒറ്റക്കായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും മാത്രമാണ് അന്ന് ഉപകാരപ്പെടുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആയത്തുകളും ഹദീത്തുകളും ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പരന്നു കിടക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസിക്ക് അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് ഒരു തെളിവ് മതി. എന്നാൽ എല്ലാം കേട്ടാലും വീണ്ടും പഴയതുപോലെ എന്ന് വിശ്വസിക്കുന്ന ഹവയുടെ തന്നിഷ്ടത്തിന്റെ ആളുകൾക്ക് 1000 തെളിവുകൾ കണ്ടാൽ ഒരു സ്വീകരിക്കൂല എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹു തആല ഒരായത്താണ് ശരി, ഒരു ഹദീത്താണ് ശരി, കേട്ടിടത്ത് ഉറച്ചു നിൽക്കാൻ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടവരെ പോലെ ജീവിക്കാൻ, തൃപ്തിപ്പെട്ടവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളിലും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു തആല പുറത്തുവരുമാറാവട്ടെ. ഈ ഒരു ആഖിറത്തെ മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മർമ്മമായ, കാലികമായ, പ്രസക്തമായ, അടിസ്ഥാനപരമായ വിഷയത്തിലൂന്നി ദുനിയാവിനെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും മുസീബത്തുകളിൽ അള്ളാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ആശങ്കകൾ മുഴുവനും അള്ളാഹു തആല പരിഹരിച്ചുമാറാവട്ടെ. ഈ മണ്ണിൽ, ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും അത് പകർത്താനും അത് പ്രബോധനം ചെയ്യാനുമുള്ള വളക്കൂറുള്ളൊരു മണ്ണാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ കോണുകളിൽ, ഫലസ്തീൻ, അതുപോലെ സിറിയ, അതുപോലെ സുഡാൻ, അള്ളാഹു തആല അവിടെയുള്ള അഹ്ലുസുന്നയുടെ അഹ്ലുകാർക്ക് അള്ളാഹു സമാധാനം ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.